ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു സയൻസ് മീഡിയ. ഡ്രാഗൺ ഫിലിം കണ്ടിരിക്കുകയാണ്. ഡയറക്റ്റഡ് ആൻഡ് റിട്ടേൺ ബൈ അശ്വത് മാരിമുത്തു. അഭിനയിച്ചിരിക്കുന്നത് പ്രദീപ് രംഗനാഥ്. പുള്ളി അഭിനയിക്കുന്ന രണ്ടാമത്തെ ഫിലിമാണ്. ഫസ്റ്റ് ഫിലിമായിരുന്നു ലവ് ടുഡേ. പുള്ളി തന്നെ അഭിനയിച്ച് ഡയറക്റ്റ് ചെയ്ത ഫിലിമായിരുന്നു ലവ് ടുഡേ. അതിന് മുന്നേ പുള്ളി ഫസ്റ്റ് ചെയ്ത സിനിമയായിരുന്നു കോമാളി, ജയം രവി അഭിനയിച്ച കോമാളി. അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ അശ്വത് മാരിമുത്തുവാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളി അതിനകത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ സീനിൽ വരുന്നുണ്ട് പുള്ളി. അങ്ങനെ ഓൾമോസ്റ്റ് ഗൗതം വാസുദേവ മേനോനുണ്ട്. അങ്ങനെ ഫിലിം ഒരു ഡയറക്ടേഴ്സ് തന്നെ ഡയറക്ടേഴ്സ് തന്നെ കുറച്ച് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാളം ഫിലിമിലേക്ക് കുറച്ച് റെഫറൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളി സിനിമ, ഒരു രക്ഷയില്ല, കിടിലം ഫിലിം. നമ്മളെങ്ങനെ ഇരുത്തിയിട്ട് ചിരിപ്പിച്ച് അവസാനം കൊണ്ടുപോയി കരയിച്ച് 90s കിഡ്സിനൊക്കെ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരുപാട് സീനുകൾ. പിന്നെ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. ഫിലിം നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകണം, ഒരു സെക്കൻഡ് പോലും നമുക്ക് ബോറടിപ്പിക്കാതെ, സ്കിപ്പ് ചെയ്യാൻ തോന്നിപ്പിക്കാത്ത രീതിയിൽ നമുക്കിങ്ങനെ കണ്ടിരിക്കുക. ഫിലിമിലേക്ക് നമ്മൾ മുഴുകി നമ്മളൊക്കെ കടന്നു പോയിട്ടുള്ള ഒരു വഴിയിലൂടെയൊക്കെ തന്നെയാണ് ഫിലിം പോകുന്നത്. ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ കണ്ട ഫിലിമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഒരുപാട് നല്ല ഫാക്ടറികളുണ്ട് സിനിമയിൽ. എസ്പെഷ്യലി നമ്മുടെ പ്രദീപ് രംഗനാഥൻ്റെ ആക്ടിങ് ആയിക്കോട്ടെ, പുള്ളി അങ്ങ് അഭിനയിക്കുമല്ല, പുള്ളി ജീവിക്കുകയാണ് അതിനകത്ത്. നമ്മുടെ അനുപമ പരമേശ്വരൻ വരുന്നുണ്ട്. പുള്ളിക്കാരി എനിക്ക് പുള്ളിക്കാരി അത്ര എനിക്കൊരു ഇഷ്ടമുള്ള ക്യാരക്ടർ ആയിരുന്നില്ല. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഈ അനുപമ പരമേശ്വരൻ ചെയ്തിരിക്കുന്ന വെൽ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു ആക്ടിങ് ആയിരുന്നു. വളരെ നല്ല രീതിയിൽ പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരുടെ ഇൻട്രോ തന്നെ നമ്മുടെ പ്രേമത്തിലും മലരേ നിന്നെ ആ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഇൻട്രോ ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഒരു മലയാളം ഫിലിമിൽ തന്നെ 1-2 സീൻസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പ്രദീപ് രംഗനാഥൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ കൈദി സിനിമയിലെ നെപ്പോളിയൻ നല്ല ക്യാരക്ടറിൻ്റെ പേര്, പോലീസുകാരനായിട്ട് വരുന്നത് പുള്ളിയാണ് അച്ഛനായിട്ട് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമായിട്ടുള്ള ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ നമ്മളെ അങ്ങ് ഇരുത്തി എന്തൊരു സിമ്പിളായിട്ടുള്ള കരയിൽ കണ്ണറിയാതെ കണ്ണ് നിറഞ്ഞു പോകും പുള്ളിയുടെ ഓരോ പ്രസൻറ്റേഷനും ഡയലോഗ് ഡെലിവറി ആയാലും എല്ലാം. പിന്നെ നമ്മുടെ മിഷ്കിനാണ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് വരുന്നത്. പുള്ളിയും ഭയങ്കര രസമാണ്. എല്ലാം ഓൾമോസ്റ്റ് ഡയറക്ടേഴ്സാണ്. ഗൗതം വാസുദേവൻ മേനോൻ, ഈ മിഷ്കിന്, പിന്നെ ഈ സിനിമയുടെ തന്നെ ഡയറക്ടർ പ്രദീപ് രംഗനാഥൻ ആക്ടർ ആയിക്കോട്ടെ, എല്ലാവരും ഡയറക്ടേഴ്സാണ്. ഫിലിം ഡയറക്ടേഴ്സ് തന്നെയാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. മെയിൻ റോളൊക്കെ ഒരുവിധം ലീഡ് റോളുകളൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഫിലിം നല്ലൊരു ഒഴുക്കിൽ ഇങ്ങനെ പോവാണ്. നല്ല പട്ടാന്ന് പറഞ്ഞിട്ട് ഫിലിം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അടുത്ത ഒരു മെഗാ എൻ്റർടൈനർ എന്നൊക്കെ പറയാം. നമുക്ക് അടിച്ച് പൊളിച്ചിരുന്ന് കാണാൻ പറ്റിയൊരു ഫിലിമാണ്. ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്നുണ്ട്. ഇറങ്ങിയിട്ട് കുറച്ചായി, ഞാനിപ്പോഴാണ് കണ്ടത്. ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്നുണ്ട്. മാക്സിമം കാണാത്തവരും ഉണ്ടെങ്കിൽ പോയി കാണുക. നല്ല അടിപൊളി ഫിലിമാണ്. നല്ല സൂപ്പർ സിനിമയാണ്. നമുക്ക് കണ്ടിരിക്കാം. നല്ലൊരു ഇൻ്റർവെല്ലിന് ശേഷമൊക്കെ കഥയുടെ ജോണറേ മാറുകയാണ്. അത് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവെല്ല് കഴിയുമ്പോഴത്തേക്ക് ഒരു വില്ലൻ ഉടലെടുക്കുന്നു, ആ വില്ലനിസത്തിലൂടെ ഉള്ളൊരു സംഭവമായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഫിലിം വേറൊരു ജോണറിലാണ് പോകുന്നത്. നമ്മൾ പലരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞാനൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ആവുമെന്ന്. പക്ഷെ നല്ലതാണ്. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം മെയിൻ ആക്ട്രസ് വരുന്നുണ്ട്, കയ്യടു ലോഹ, അങ്ങനെ പുള്ളിക്കാരിയാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര ക്യൂട്ട് ആൻഡ് ഹോട്ടായിട്ടുള്ളൊരു ആക്ട്രസ് ആയിരുന്നു. പക്ഷെ പുള്ളിയുടെ രണ്ടുപേരുടെ സൈസ് വെച്ചിട്ട് അങ്ങോട്ട് എനിക്ക് മാച്ചായി തോന്നിയില്ല. കാരണം പുള്ളി ഇത്രേ ഉള്ളൂ, അവള് നല്ല സൈസുള്ളൊരു ക്യാരക്ടർ. പക്ഷെ അവളുടെ ഒരു ചിരിയായ എടുത്ത് പറയേണ്ട കാര്യമല്ലല്ലോ ഗ്ലാമറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. ഇൻ്റർവെല്ലിന് ശേഷം സെക്കൻഡ് ഹാഫ് ആണെങ്കിലും ശരി,
പടം നല്ല രസമാണ് കണ്ടിരിക്കാൻ. ഫസ്റ്റ് ഹാഫ് ഫുള്ള് ചിരിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. വെൽ കൺട്രോൾഡ് ആയിട്ടുള്ള കോമഡി ഹ്യൂമർ, അനാവശ്യ ഹ്യൂമറുകളൊന്നും ഇല്ല. എല്ലാം നല്ല നല്ല കോമഡികൾ ആണ് ചെയ്തിരിക്കുന്നത്. ഇൻ്റർവെല്ലിന് ശേഷം കുറച്ച് സെൻറ്റിമെൻ്റൽ ഇതിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് കണക്റ്റ് ആവുന്ന തരത്തിലുള്ള സീനുകളാണ്. പാസവും കാര്യങ്ങളൊന്നുമല്ല. വെൽ കൺട്രോൾഡ് ആയിട്ടുള്ളൊരു നല്ല ജോണറിലാണ് പോകുന്നത് ഫിലിം. പ്രദീപ് രംഗനാഥനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പഴയ ഇടക്കാല ധനുഷിനെയൊക്കെ അതിനകത്ത് കാണാൻ പറ്റും. ധനുഷ് തന്നെയാണ്, അല്ലെങ്കിൽ ധനുഷിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മുകളിൽ പുള്ളിയുടെ ഒരു ഹമ്പിളായിട്ടുള്ള ചിരിയും ഒരു ഈ പണി കിട്ടുമ്പോൾ ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ടല്ലോ, ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് പുള്ളി ചെയ്യുന്നത്. നമുക്ക് ഫീൽ ചെയ്യും ആ സമയത്ത് അവ എന്തായിരിക്കും ചെയ്യാൻ പോകും. നമ്മുടെ കിങ് ലെയറിനകത്ത് ദിലീപ് ചെയ്യത്തില്ലേ, അവസാനം ഒന്നും പറയാനില്ലാതാകുമ്പോൾ ഇങ്ങനെ ചിരിച്ച് കളയുന്ന രീതിയിൽ പുള്ളി അതേപോലൊരു വെപ്രാളവും ഒക്കെ കൊണ്ടുവന്നിട്ട് അടുത്ത് എന്തായിരിക്കും ചെയ്യാൻ പോകുക, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ചിന്തിച്ച് നിൽക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അത് നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ലവ് ടുഡേയിലും ഈ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത് വേറൊരു ജോണറാണ്. അടിപൊളി സിനിമയാണ്. ഒരു മിനിറ്റ് പോലും നമുക്ക് ബോറടിപ്പിക്കത്തില്ല, അത്ര രസമായിട്ട് പോകുന്നുണ്ട് ഫിലിം. ഓൾമോസ്റ്റ് ഒരു കംപ്ലീറ്റ് പാക്ക്ഡ് എൻ്റർടൈനർ എന്ന് വേണമെങ്കിൽ പറയാം. അല്ല അങ്ങനെ വേണമെന്നല്ല, അങ്ങനെയാണ് ആ സിനിമ, അങ്ങനെ ഒരു സിനിമയാണ്. സോ പ്രദീപ് രംഗനാഥൻ എനിക്ക് ഭയങ്കരമായിട്ട് പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ഈ ഒരു ഫിലിം കൊണ്ടല്ല, എനിക്ക് ലവ് ടുഡേ കണ്ടപ്പോഴേ എനിക്ക് പുള്ളിക്കാരനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിവേ ഈ ഫിലിമും നല്ല ഇതിലെത്തി, അതിൽ വളരെ സന്തോഷം. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഇപ്പോഴും ഉണ്ട് തിയേറ്ററിൽ, പൈസ വസൂൽ.